ഇന്ത്യ എന്ന രാജ്യം മുന്നോട്ട് തന്നെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് പല മേഖലയിലും പ്രകടവുമാണ്. അതുകൊണ്ട് തന്നെ ലോക രാജ്യങ്ങൾ ഇപ്പോൾ ഇന്ത്യയോടൊപ്പം ബിസിനസ് ചെയ്യാൻ മുന്നോട്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോഴിതാ റഷ്യയും ഇന്ത്യയോടൊപ്പം ബിസിനസ് ചെയ്യാൻ തയ്യാറായി മുന്നോട്ടെത്തിയിരിക്കുന്നു. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകുന്നു. ആണവോർജ മേഖലയിൽ സഹകരണം വിപുലീകരിക്കാൻ റഷ്യയും ഇന്ത്യയും ഒരുങ്ങുന്നു. ഇന്ത്യയിലെ ഒരു പുതിയ സ്ഥലത്തെ ഉയർന്ന ശേഷിയുള്ള ആണവോർജ യൂണിറ്റുകൾ നിർമ്മിക്കാൻ പദ്ധതിയുണ്ട്. അതായത് ഇന്ത്യയിലെ പുതിയ സ്ഥലത്തെ ഉയർന്ന ശേഷിയുള്ള ആണവ യൂണിറ്റുകൾ നിർമ്മിക്കുന്നതുൾപ്പെടെ ആണവോർജ മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം ഗൗരവമായി വിപുലീകരിക്കാൻ തയ്യാറാണെന്നാണ് റഷ്യ അറിയിച്ചിരിക്കുന്നത്. ആണവോർജ വകുപ്പ് സെക്രട്ടറി അജിത് കുമാർ മൊഹന്തി വ്യാഴാഴ്ച റഷ്യയിലെ റൊസാറ്റോം സ്റ്റേറ്റ് അറ്റോമിക് എനർജി കോർപ്പറേഷന്റെ ഡയറക്ടർ ജനറൽ അലക്സി ലിക്കാച്ചേവുമായി കൂടിക്കാഴ്ച നടത്തുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആണവോർജ സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള മാർഗങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. റഷ്യയിലെ ടോംസക് മേഖലയിലെ സെവർ 6 നിർമ്മിക്കുന്ന പൈലറ്റ് ഡെമോൺസ്ട്രേഷൻ എനർജി കോംപ്ലക്സിന്റെ സ്ഥലം ഇരു വിഭാഗത്തിനെയും ഉദ്യോഗസ്ഥർ സന്ദർശിച്ചതായി റൊസാറ്റം പ്രസ്താവനയിൽ പറഞ്ഞു. ഈ സന്ദർശന വേളയിൽ ആണവ മേഖലയിൽ റഷ്യൻ ഇന്ത്യ സഹകരണത്തിന് സാധ്യതയുള്ള മേഖലകളെ കുറിച്ച് ഒരു സമ്പൂർണ്ണ ചർച്ചയും നടന്നിട്ടുണ്ട്. സമാധാനപരമായ ആവശ്യങ്ങൾക്കായി ആണവോർജം ഉപയോഗിക്കുന്ന മേഖലയിൽ ഇന്ത്യയുമായുള്ള സഹകരണം ഗൗരവമായി വിപുലീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് റഷ്യ അറിയിച്ചിരിക്കുന്നു. ഇന്ത്യയിലെ ഒരു പുതിയ സ്ഥലത്ത് റഷ്യൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന ശേഷിയുള്ള ആണവോർജ യൂണിറ്റുകളുടെ തുടർച്ചയായ നിർമ്മാണം ഇതിൽ ഉൾപ്പെടുന്നു. ഭൂമിയെ അടിസ്ഥാനമാക്കിയുള്ളതും ഒഴുകുന്നതുമായ ലോ പവർ ഉൽപാദന പദ്ധതികൾ നടപ്പിലാക്കൽ, ആണവ ഇന്ധന ചക്ര മേഖലയിലെ സഹകരണം, അതുപോലെ ആണവ സാങ്കേതിക വിദ്യകളുടെ പവർ ഇതര പ്രയോഗങ്ങളുടെ മേഖലയിലും ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് പ്രവർത്തിക്കും. ഇന്ത്യയിലെ പുതിയ സൈറ്റിൽ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ന്യൂക്ലിയർ പവർ റിയാക്ടറുകൾ ഏത് തരത്തിലുള്ളതാണെന്ന് ഇതുവരെ വിശദീകരിച്ചിട്ടില്ല. അതുപോലെ തന്നെ റഷ്യൻ ആണവ റിയാക്ടറുകൾക്കായി ഇന്ത്യ കൂടുതൽ സ്ഥലങ്ങൾ തേടുകയാണെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കഴിഞ്ഞയാഴ്ച പറഞ്ഞിരുന്നു. കൂടംകുളത്ത് 6000 മെഗാവാട്ട് ആണവ റിയാക്ടറുകൾ നിർമ്മിക്കാൻ റഷ്യയും ഇന്ത്യയും തമ്മിൽ സഹകരിക്കുന്നു. ഇതിൽ 2 കമ്മീഷൻ ചെയ്തു. 1000 മെഗാവാട്ട് ശേഷിയുള്ള ലൈറ്റ് വാട്ടർ റിയാക്ടറുകൾ ഘടിപ്പിച്ച 6 പവർ യൂണിറ്റുകൾ ഉൾപ്പെടുന്ന ദക്ഷിണേന്ത്യയിലെ റഷ്യൻ രൂപരേഖ പ്രകാരം നിർമ്മിക്കുന്ന സംയുക്ത കൂടംകുളം ആണവോർജ പദ്ധതിയായിരിക്കും ഇത്. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള തമിഴ്നാട് സംസ്ഥാനത്തെ തുറമുഖ നഗരമായ തൂത്തുക്കുടിയിൽ നിന്ന് ഏകദേശം 100 കിലോമീറ്റർ അകലെയുള്ള കൂടംകുളം 2 റഷ്യൻ WER 1000 പ്രഷറൈസ്ഡ് വാട്ടർ റിയാക്ടറുകളുടെ ആസ്ഥാനമാണ്. കൂടംകുളം 1 2014 മുതൽ വാണിജ്യാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നു. കൂടംകുളം 2 2017 മുതൽ പ്രവർത്തിക്കുന്നു. 4 WER യൂണിറ്റുകൾ കൂടി നിലവിൽ 2 ഘട്ടങ്ങളിലായി നിർമ്മാണത്തിലാണ്. യൂണിറ്റ് 3, 4 എന്നിവയുടെ നിർമ്മാണം 2017 ആരംഭിച്ചു. 5, 6 യൂണിറ്റുകളുടെ ജോലികൾ 2021 ആരംഭിച്ചു. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ഊർജ്ജ ബന്ധം എന്ന് പറയുന്നത് വളരെ ഗണ്യമായതാണ്. റഷ്യയിലെ എണ്ണ, വാതക മേഖലകളിലെ നിക്ഷേപം വിപുലീകരിക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട്. കൂടംകുളം ആണവോർജ പദ്ധതിയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന 2 സുപ്രധാന ഭേദഗതികളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ 2024 ജനുവരിയിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കറിന്റെ മോസ്കോ സന്ദർശനത്തിനിടെ തമിഴ്നാട്ടിലെ കൂടംകുളത്തെ പുതിയ റിയാക്ടറുകൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കരാറുകളിൽ ഒപ്പുവെച്ചു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.